Hi friends, welcome to Jasna's kitchen. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മന്തിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അത് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള 2 കറികളും അതുപോലെ തന്നെ 2 തരം ചട്നിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മേലെ ഇവിടെ ഐക്കാർഡ് നോക്കിയാലും കാണാൻ പറ്റും അതിൻ്റെയൊക്കെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക, വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ മന്തിയുടെ പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കൊടുത്ത അളവിനുള്ള ഫുള്ള് പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 2.25 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് മന്തിയുടെ പൊടി എടുത്തത്. അപ്പോൾ ഈ പൊടിയിലേക്ക് തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ്റെ റെഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കളറാണ് ചേർത്തത്. അപ്പോൾ അത് ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ അത് ചേർക്കുന്ന സമയത്ത് ഈ മന്തിക്ക് കറക്റ്റ് ഒരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ പൊടി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ചിക്കൻ്റെ നമ്മൾ ചേർക്കുന്ന റെഡ് കളർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാറാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പുളി ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തത് സെല്ല റൈസ് അല്ല എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് ബസ്മതി റൈസിൽ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബസ്മതി റൈസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി കുതിർത്ത് വെക്കുക. ഇനി ഞാനിവിടെ ഒരു ചെമ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത്, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതിൻ്റെ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഞാനൊരു ബജ്ജി മുളകാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 ബ്ലാക്ക് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി ഞാൻ മാഗിയുടെ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാനൊരു 5 മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഓയിലിൽ മിക്സായി വരട്ടെ. കണ്ടോ, ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ നന്നായി കഴുകിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച റൈസും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം ഇതൊരു 3/4 ഭാഗം കുക്കായാൽ മതി. ഫുള്ള് കുക്കാവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് അരിയൊന്നും പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക. നമ്മുടെ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഇത് മാറ്റിയെടുക്കാം. ഒരുപാട് കുക്കായി പോയാൽ പിന്നെ നമുക്ക് ഈ ചിക്കൻ്റെ മേലെ ഇട്ടൊന്ന് ദം ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു പിടി ക്യാപ്സിക്കം കൂടി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും വരുന്നുണ്ട്. ഇതൊന്നും കാണാനുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ചിക്കനൊക്കെ ഒന്ന് ആവിയിൽ വെന്ത് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റൈസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കീറിയത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൽ സ്മോക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു കൽക്കരിയാണിത്. ഇതൊന്ന് കത്തിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മോക്ക് വരും. അപ്പോൾ ഇതൊന്നൊരു ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ മൂടിയും കൂടെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മോക്കൊന്നും പുറത്തോട്ട് പോവില്ല. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു സ്മോക്കി സ്മെല്ലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിതാ ഈ ഫഹമൊക്കെ ഇതിൻ്റെ മേലൊന്നും സൂക്ഷിച്ച് മാറ്റി കൊടുക്കുക, ചോറിലോട്ടൊന്നും ഒഴിയാതെ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ കുറച്ച് കളർ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളർ ഈ റൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ റൈസിൽ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.